Hello everyone, welcome to Expert Gyan Corporate Training and Consulting. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് എങ്ങനെയാണ് ടാലിയിൽ നമുക്ക് കോസ്റ്റ് സെൻറ്റേഴ്സ് മെയിൻറ്റെയിൻ ചെയ്യുക. അപ്പം എന്താണ് ആദ്യം കോസ്റ്റ് സെൻറ്റേഴ്സ്? കോസ്റ്റ് സെൻറ്റേഴ്സ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഒരുപാട് ബ്രാഞ്ചസ് ഉള്ള ഒരു സ്ഥാപനം റൺ ചെയ്യിക്കുകയാണെങ്കിൽ നമുക്ക് ഈ ബ്രാഞ്ചസിൻ്റെ എല്ലാ അക്കൗണ്ട്സും ഒരൊറ്റ സിംഗിൾ ടാലിയിലാണ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നതെങ്കിൽ എങ്ങനെയാണ് നമുക്ക് ഓരോ ഡിവിഷൻ അല്ലെങ്കിൽ ഓരോ ബ്രാഞ്ചസ് എങ്ങനെയാണ് ടാലിയിൽ മെയിൻറ്റെയിൻ ചെയ്യുക, അതാണ് നമ്മൾ കോസ്റ്റ് സെൻറ്റർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം അത് നമുക്ക് കോസ്റ്റ് സെൻറ്റേഴ്സ് ഇനേബിൾ ചെയ്യണം. അപ്പം കോസ്റ്റ് സെൻറ്റേഴ്സിൻ്റെ ഫംഗ്ഷൻ ആക്ച്വലി ടാലിയിൽ ഡിസേബിൾഡ് ആയിട്ടാണ് ഉണ്ടാവുക. അപ്പം ആദ്യം അത് ഇനേബിൾ ചെയ്യണം. അപ്പം അത് ഇനേബിൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് F11 ഫീച്ചേഴ്സിൽ പോവുക, അവിടെ അക്കൗണ്ടിങ് ഫീച്ചേഴ്സ് ചൂസ് ചെയ്യുക. അത് കഴിഞ്ഞ് താഴോട്ട് വന്നു കഴിഞ്ഞാൽ മെയിൻറ്റെയിൻ കോസ്റ്റ് സെൻറ്റേഴ്സ് എന്ന് കാണാം. അപ്പം അത് നോർമലി നോ ആണ് ഉണ്ടാവുക, ഡിഫോൾട്ടായിട്ട് നോ ആണ് ഉണ്ടാവുക. അത് നമ്മൾ എന്ത് ചെയ്യണം? യെസ് കൊടുക്കണം. ഓക്കെ, അപ്പം അത് കഴിഞ്ഞ് നമുക്ക് ഈ ഒരു വിൻഡോ സേവ് ചെയ്യാം. സേവ് ചെയ്ത് കഴിഞ്ഞ് നമുക്ക് അക്കൗണ്ട്സ് ഇൻഫോയിൽ പോവാം, കോസ്റ്റ് സെൻറ്റേഴ്സ് എടുക്കുക. അപ്പം ഇവിടെ പോയിട്ട് നമ്മൾ ആദ്യം കോസ്റ്റ് സെൻറ്റേഴ്സ് ക്രിയേറ്റ് ചെയ്യണം. കോസ്റ്റ് സെൻറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഹെഡ് ഓഫീസ് ഉണ്ടാവും, അതേപോലെ നമുക്ക് ഓരോ ബ്രാഞ്ചസ് ഉണ്ടാവും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ ബ്രാഞ്ചസ് ആയിട്ട് ക്രിയേറ്റ് ചെയ്യുന്നത്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എനിക്ക് കോഴിക്കോട് ഒരു ബ്രാഞ്ച് ഉണ്ട്. അപ്പം ആ ഒരു രീതിയിലാണ് ഞാനിപ്പം കോഴിക്കോട് ബ്രാഞ്ച് ഉണ്ട്. അണ്ടർ ഞാൻ പ്രൈമറി കൊടുത്തു, ആക്സെപ്റ്റ് ചെയ്തു. പിന്നെ ഉള്ളതൊന്ന് ഞാൻ കണ്ണൂർ കൊടുത്തു, അടുത്തതൊന്ന് മലപ്പുറം കൊടുത്തു. ഓക്കെ, എൻ്റെ ഹെഡ് ഓഫീസ് ഞാൻ കൊടുക്കുന്നത് കാസർഗോഡാണെന്ന് വിചാരിക്കാം. കാസർഗോഡ് ഞാൻ ഹെഡ് ഓഫീസ് കൊടുക്കുകയാണ്. അപ്പം എനിക്ക് എന്താക്കാം, അണ്ടർ ഞാനിപ്പോൾ പ്രൈമറി തന്നെ കൊടുത്തു. ഇപ്പം അല്ലെങ്കിൽ ഈ പേര് ഞാൻ മാറ്റിയിട്ട് ഹെഡ് ഓഫീസ് എന്ന് മാത്രം കൊടുക്കുകയാണ്, ഹെഡ് ഓഫീസ്. ഓക്കെ, അപ്പോൾ ഞാനിപ്പം ചെയ്തത് 4 ഡിവിഷൻസ് ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ 4 ഡിവിഷൻസ് ക്രിയേറ്റ് ചെയ്തത് ഇങ്ങനെയാണ്. അപ്പം ഹെഡ് ഓഫീസ് ഒന്ന് ക്രിയേറ്റ് ചെയ്തു, കണ്ണൂർ, കോഴിക്കോട്, മലപ്പുറം. അപ്പോൾ 3 സ്ഥലങ്ങളായിട്ടും പിന്നെ ഒന്ന് ഹെഡ് ഓഫീസ്. അപ്പം 4 ഡിവിഷൻസ് ഞാൻ ക്രിയേറ്റ് ചെയ്തു. അപ്പം ഇതാണ് നമ്മളുടെ ആദ്യത്തെ സ്റ്റേജ്. അപ്പം കോസ്റ്റ് സെൻറ്റർ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ ഡിവിഷനാണ്. അതായത് നമുക്ക് ഓരോ പാർട്ടീഷൻ വേണമെങ്കിൽ പറയാം. ഇപ്പം നമുക്കൊരു സ്ഥാപനത്തിന് ഒരുപാട് ബ്രാഞ്ചസ് ഉണ്ടാകുമ്പോൾ ആ ബ്രാഞ്ചസിൻ്റെ എല്ലാം എൻട്രീസും നല്ല ട്രാൻസാക്ഷൻസും നമ്മൾ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. അപ്പം നമ്മൾ ചെയ്യുന്നൊരു മെത്തേഡാണ് കോസ്റ്റ് സെൻറ്റേഴ്സ്. അപ്പം ഇനി നമ്മൾ വൺസ് ഈ ഡിവിഷൻസ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പം ഇനി നമുക്ക് ഓരോ പോയിട്ട് എന്ത് ചെയ്യാം, വൗച്ചേഴ്സ് പോയിട്ട് നമുക്ക് ഓരോ എൻട്രി ചെയ്യുമ്പോഴും അല്ലെങ്കിൽ ഇപ്പോൾ പേയ്മെൻറ്റിൻ്റെ കേസിലാണെങ്കിലും ഈ കേസിലൊക്കെ വരുമ്പോൾ നമുക്ക് എന്ത് വരും, കോസ്റ്റ് സെൻറ്റേഴ്സിൻ്റെ ഒരു അപ്ലിക്കബിലിറ്റി വരും. അപ്പം അതിനു വേണ്ടി വേറെ ഒരു കാര്യം കൂടെ ചെയ്യാനുണ്ട്. വീണ്ടും F11 ഫീച്ചേഴ്സിലേക്ക് തന്നെ പോവുക. അത് കഴിഞ്ഞ് അക്കൗണ്ടിങ് ഫീച്ചേഴ്സ് എടുക്കുക. അത് കഴിഞ്ഞ് ഇവിടെ യൂസ് പ്രീ ഡിഫൈൻഡ് കോസ്റ്റ് സെൻറ്റർ അലൊക്കേഷൻ ഇൻ ട്രാൻസാക്ഷൻ എന്ന് പറയുന്നുണ്ട്. അതായത് കോസ്റ്റ് സെൻറ്റേഴ്സ് ഓൾറെഡി നമ്മൾ ഡിഫൈൻ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതെന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യെസ് ഇനേബിൾ ചെയ്യുക. അപ്പം ആദ്യം കോസ്റ്റ് സെൻറ്റേഴ്സ് ചോദിക്കും. അപ്പം ആദ്യം നമ്മൾ ഹെഡ് ഓഫീസ് ടൈപ്പ് ചെയ്ത് കൊടുക്കണം, ഹെഡ് ഓഫീസ്. അപ്പം അത് അണ്ടർ ഇവിടെ ലിസ്റ്റ് ഓഫ് കോസ്റ്റ് സെൻറ്റേഴ്സ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അത് ഹെഡ് ഓഫീസിന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പം നമ്മൾ എന്താ ചെയ്യുന്നത്, ഓരോന്നും ലിങ്ക് ചെയ്യാണ്. ഇനി അടുത്തത് കോഴിക്കോടാണ്, അത് കോഴിക്കോടുമായിട്ട് ലിങ്ക് ചെയ്ത് കൊടുക്കുക. ഇനി അടുത്തത് കണ്ണൂരുമായിട്ട് ലിങ്ക് ചെയ്ത് കൊടുക്കുക. ഇനി അടുത്തത് മലപ്പുറമാണ്, അതും മലപ്പുറമായിട്ട് ലിങ്ക് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇപ്പോൾ നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ ഹെഡ് ഓഫീസിൻ്റെതെല്ലാം നമ്മൾ ലിങ്ക് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ കോസ്റ്റ് സെൻറ്റേഴ്സ് ലിങ്ക് ചെയ്യുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് ഇനി ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇത് ഞാൻ സേവ് ചെയ്തു. അത് കഴിഞ്ഞ് ഈ ഒരു ഷീറ്റ് നമുക്ക് സേവ് ചെയ്യണമെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് Ctrl+A. സേവ് ചെയ്ത് കഴിഞ്ഞ് ഇനി നമ്മൾ ഒരു വൗച്ചർ എടുക്കുമ്പോൾ നമ്മളെടുത്ത് ആദ്യം തന്നെ കോസ്റ്റ് സെൻറ്റേഴ്സിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും, ഏത് കോസ്റ്റ് സെൻറ്ററാണ് അല്ലെങ്കിൽ ഏത് ബ്രാഞ്ചിൻ്റെ എൻട്രിയാണ് അല്ലെങ്കിൽ ട്രാൻസാക്ഷനാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം കോഴിക്കോടാണെങ്കിൽ കോഴിക്കോട് ചൂസ് ചെയ്ത് കൊടുക്കാം. ഇനി അഥവാ കോഴിക്കോടല്ല മാറ്റിയിട്ട് കണ്ണൂരാക്കണം, അപ്പോൾ കണ്ണൂരിൻ്റെ നമുക്ക് ചൂസ് ചെയ്ത് കൊടുക്കാം. അതേപോലെ ഡിവിഷൻസ് ഉണ്ടെങ്കിൽ
അപ്പം നമുക്ക് നമ്മളുടെ സ്ഥാപനത്തിന് നമ്മളുടെ ബിസിനസ്സിന് ഡിവിഷൻസ് അല്ലെ ബ്രാഞ്ചസ് ഉണ്ടെങ്കിൽ ആ ബ്രാഞ്ചസിൻ്റെ എല്ലാം ഒരു ടാലിയിലാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നതെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഫോമാറ്റാണ് കോസ്റ്റ് സെൻറ്റേഴ്സ്.